അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനികളെ, വിശുദ്ധ റമളാൻ സമാഗതമായി. മുഅ്മിനീങ്ങളെല്ലാം അതിൽ സന്തോഷിക്കുകയും സാധ്യമാകുന്ന വിധത്തിൽ പടച്ച റബ്ബിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ കഴിയുന്നതൊക്കെ ചെയ്യാൻ സന്നദ്ധമായി വരികയും ചെയ്ത ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നീട്ടിപ്പരത്തി പറയുന്നില്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരു വിരുന്നുകാരൻ വന്നു. ളാഫഹു ലൈഫുൻ. അദ്ദേഹം അപ്പോൾ വിശ്വാസിയല്ല, അമുസ്ലിമാണ്. അദ്ദേഹം വന്നു, അവിടെ താമസിച്ചു. റസൂലുള്ളാഹി അദ്ദേഹത്തിനെ ഒരു വിരുന്നുകാരൻ എന്ന രൂപത്തിൽ സൽക്കരിച്ചു. രാത്രി ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് ഒരു ആടിനെ കറന്ന് പാൽ കൊടുക്കാൻ പറഞ്ഞു. അത് കൊടുത്തു. അദ്ദേഹം വേഗം അത് കുടിച്ചു. വീണ്ടും രണ്ടാമത് അദ്ദേഹത്തിന് മതിയായിട്ടില്ല. അപ്പോൾ രണ്ടാമത് ഒരു ആടിനെ കറന്നു കൊടുത്തു, അതും കുടിച്ചു. അപ്പോഴും മതിയായിട്ടില്ല എന്ന് മനസ്സിലായി. വീണ്ടും ഒന്നുകൂടെ കറന്നു കൊടുത്തു. അങ്ങനെ 7 ആടിനെ കറന്ന പാല് അദ്ദേഹം കുടിച്ചു. അദ്ദേഹം നേരം പുലർന്ന് കുറച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിന് മനംമാറ്റമുണ്ടായി. അദ്ദേഹം മുസ്ലിമായി. ഷഹാദത്ത് കലിമ ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ചെന്നു. വളരെ ആത്മാർത്ഥതയുള്ള മുസ്ലിമായി മാറി. വീണ്ടും വൈകുന്നേരമായി. രാത്രി ഇതുപോലെ ഒരു ആടിനെ കറന്ന് പാല് കൊടുത്ത് സൽക്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചു. അത് ചെയ്തു. രണ്ടാമത് ഒന്നുകൂടെ കറന്നു കൊടുത്തു. അപ്പോൾ മഹാന്മാരായ സഹാബത്ത് പറയാണ്, ഫലം യസ്തതിമ്മഹ. ആ രണ്ടാമത്തെ ആടിനെ കറന്ന പാല് മുഴുവൻ കുടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, അത് പൂർത്തീകരിച്ചില്ല എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വാക്ക് പറഞ്ഞു, മുസ്ലിംകൾ ഒരു കുടലിൽ കുടിക്കുമ്പോൾ അമുസ്ലിംകൾ 7 കുടലിലാണ് കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം എന്താണ്? മുസ്ലിമീങ്ങൾ കുറച്ചേ കഴിക്കുള്ളൂ, മുസ്ലിങ്ങൾ കുറേ കഴിക്കുക എന്നൊന്നല്ല അതിൻ്റെ താല്പര്യം. അതൊരു വലിയ തത്വമാണ് റസൂലുള്ളാഹി പറഞ്ഞത്. 7, 70, 70,000 എന്നൊക്കെ നമ്മൾ അധികരിച്ചതിനെ സംബന്ധിച്ച് പറയുന്ന സൂചനയാണ്. ഭക്ഷണം കഴിക്കുക, അന്നപാനീയങ്ങൾ ഉപയോഗിക്കുക, നമ്മുടെ വികാരങ്ങൾക്ക് അടിമപ്പെടുക, അത് പല തരത്തിലുണ്ടാകും. ചിലപ്പോൾ നമ്മളൊരു ഭക്ഷണം ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ രുചി അറിഞ്ഞതുകൊണ്ടായിരിക്കും. അപ്പോൾ കാണുമ്പോൾ നമുക്ക് അത് കഴിക്കാൻ തോന്നും. ചിലപ്പോൾ അതിൻ്റെ ആ ഒരു രൂപം, അതിൻ്റെ ആ ഒരു സെറ്റപ്പൊക്കെ കാണുമ്പോൾ കഴിക്കാൻ തോന്നും. ചിലപ്പോൾ അതിൻ്റെ മണം വരുമ്പോൾ കഴിക്കാൻ തോന്നും. ചിലപ്പോൾ അതിൻ്റെ ആ രൂപവും ഭാവവും ഒക്കെ കാണുമ്പോൾ, അതിൻ്റെ ആ അടുക്കും ചിട്ടയൊക്കെ കാണുമ്പോൾ തോന്നും. എങ്ങനെ വ്യത്യസ്ത താല്പര്യത്തിലൂടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഇലാഹിയായ ബോധമില്ലാത്തവർ ഈ ചിന്തകൾക്കൊക്കെ അടിമപ്പെടും. അവൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധമില്ല, ഒരു ഹദഫില്ല. അത് ഒരുപാട് വികാരങ്ങൾ അവനുണ്ട്, ഒരുപാട് ഇച്ഛകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ഒന്നിനെ തൃപ്തിപ്പെടുത്തിയാൽ മറ്റൊന്ന് വരും, അപ്പോൾ അതിനെ തൃപ്തിപ്പെടുത്തണം. വീണ്ടും മറ്റൊന്ന് വരും, അപ്പോൾ അതിനെ തൃപ്തിപ്പെടുത്തണം. ഇങ്ങനെ ഒരിക്കലും അവന് ഒരു മോചനമില്ല, സ്വാതന്ത്ര്യമില്ല. എപ്പോഴും തൻ്റെ വിചാരങ്ങളുടെ, തൻ്റെ ഷഹവാത്തുകളുടെ, തൻ്റെ ഇച്ഛകളുടെ അടിമയാണ് എന്നും ലക്ഷ്യബോധമില്ലാത്ത മനുഷ്യൻ. എന്താണോ തനിക്ക് തോന്നി അതിനൊക്കെ അടിമപ്പെടണം. അവസാനം അവൻ്റെ ശരീരം ഒന്നുമല്ലാതെയായി മാറുന്നു. എന്നാൽ മുസ്ലിമായ മനുഷ്യന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതാണെങ്കിൽ അവൻ ഭക്ഷണം കഴിക്കും. ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതല്ല എങ്കിൽ ഭക്ഷണം കഴിക്കില്ല. നോക്കൂ, റമളാൻ മാസത്തിൽ, റമളാനിൻ്റെ പകലിൽ ഭക്ഷണം കഴിക്കാതിരിക്കലാണ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനാവശ്യം എന്ന് കണ്ടപ്പോൾ അവൻ ഭക്ഷണം കഴിക്കുന്നില്ല. അവൻ്റെ ഹദഫ് റബ്ബിൻ്റെ പൊരുത്തമാണ്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ആശയമാണ് റസൂലുള്ളാഹി ആ ഒരു രൂപത്തിലൂടെ മനസ്സിലാക്കി തന്നത്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ, എൻ്റെ നിസ്കാരം, എൻ്റെ മറ്റ് ആരാധനകൾ എന്നല്ല, എൻ്റെ ജീവിതവും എൻ്റെ മരണവും എല്ലാം റബ്ബിന് വേണ്ടിയാണ്. റബ്ബിൻ്റെ പൊരുത്തം ഇതിലൂടെ എനിക്ക് ലഭ്യമാണോ എങ്കിൽ അത് ചെയ്യും. റബ്ബിൻ്റെ പൊരുത്തം ഇതിലൂടെ ലഭ്യമല്ല എങ്കിൽ അത് ചെയ്യില്ല. മൻ അഹബ്ബ ലില്ലാഹി വഅബ്ഗള ലില്ലാഹി വഅഅത ലില്ലാഹി വമനഅ ലില്ലാഹി ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിന് വേണ്ടി വെറുക്കുന്നു, അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നു, അള്ളാഹുവിന് വേണ്ടി കൊടുക്കാതിരിക്കുന്നു.
ഈ പ്രവൃത്തി എന്ത് ചെയ്യുകയാണെങ്കിലും എല്ലാം റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയ മനുഷ്യൻ അവൻ എത്ര വിശന്നാലും ശരി, ഇപ്പോൾ ഭക്ഷണം കഴിക്കരുതെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ കഴിക്കില്ല. എത്ര താല്പര്യമുള്ള ഭക്ഷണം കണ്ടാൽ പോലും, എത്ര ദാഹിച്ചാൽ പോലും. എന്നാൽ ഇപ്പോൾ കഴിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 30 ദിവസം നോമ്പ് നോറ്റ മനുഷ്യന് 31ൻ്റെ അന്ന് ഒരു നോമ്പും കൂടി ആയിക്കോട്ടെ എന്ന് കരുതില്ല. കാരണം അന്ന് ഭക്ഷണം കഴിക്കാനാണ് റബ്ബ് പറഞ്ഞത്. മഗ്രിബ് വരെ കാത്തിരുന്ന ഒരാൾക്ക് എന്താണ് ഇത്ര തിരക്ക്, കുറച്ചുകൂടെ കാത്തിരുന്നിട്ട് കഴിച്ചാൽ പോരെ? ഇല്ല, വേഗം നിങ്ങൾ നോമ്പ് തുറക്കണമെന്നാണ് അള്ളാഹു പറഞ്ഞത്, അല്ലേ? അത് സുന്നത്തല്ലേ? അപ്പോൾ നമ്മൾ വേഗം നോമ്പ് തുറക്കുന്നു. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ചലനങ്ങളും ഓരോ സുക്കൂനും ചലിക്കുകയാവട്ടെ നിശ്ചലമാവുകയാവട്ടെ എന്തു തന്നെയാണെങ്കിലും അടക്കവും അനക്കവും ഒക്കെ റബ്ബിൻ്റെ പൊരുത്തം അതിനു വേണ്ടി മാത്രമാകുന്നൊരവസ്ഥ. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രമേ മുഅ്മിൻ കുടിക്കുകയുള്ളൂ, കഴിക്കുകയുള്ളൂ, അവൻ ഉറങ്ങുകയുള്ളൂ, അവൻ ചലിക്കുകയുള്ളൂ, അവൻ്റെ സംസാരിക്കുകയുള്ളൂ, അവൻ കേൾക്കുകയുള്ളൂ. എല്ലാം അങ്ങനെയാണ്. ഈ ഒരു വലിയ തത്വത്തിലേക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂചിപ്പിച്ചത്. ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കളരി, ഒരു വേദിയാണ് പരിശുദ്ധമായ റമദാൻ മാസം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നോമ്പിലൂടെ നമ്മൾ പരിശീലിപ്പിക്കുകയാണ്. ഈ ഒരു ബോധം നമ്മിൽ തട്ടി ഉണർത്തുകയാണ്. ഞാൻ എൻ്റെ വികാരങ്ങൾക്കൊക്കെ അടിമപ്പെടേണ്ടവനല്ല, ഞാൻ എന്നെ സൃഷ്ടിച്ച റബ്ബിൻ്റെ ഇഷ്ടങ്ങൾക്ക് അടിമപ്പെടേണ്ടവനാണ്. മഹാന്മാരായ ആരിഫീങ്ങളുടെ ഭാഷയിൽ മുരീദ് എന്നൊരു പ്രയോഗമുണ്ട്. ഉദ്ദേശിക്കുന്നവൻ. ശരിയായ മുരീദിൻ്റെ അർത്ഥം പറഞ്ഞത് മൻ ലാ ഇറാദത്ത ലഹു എന്നാണ്. സ്വയമായി ഒരു ഉദ്ദേശവും ഇല്ലാത്തവനായ യഥാർത്ഥത്തിൽ മുരീദ്. അവൻ്റെ മുരീദ്, അവൻ്റെ ഇറാദത്ത് അള്ളാഹിൻ്റെ ഇറാദത്ത് എന്താണോ അത്. അള്ളാഹു എനിക്ക് ഹൈറായി കണ്ടത്, അള്ളാഹു എന്നോട് കൽപ്പിച്ചത്, ഇത് മാത്രം എൻ്റെ ഉദ്ദേശം. സ്വന്തമായി തനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ലാത്തവൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ മുരീദ്. ആ ഒരു അവസ്ഥയെ സംബന്ധിച്ചാണ് ഖുൽ ഇന്ന സ്വലാത്തി എന്ന് യഥാർത്ഥ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ അതാണ് ആ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു അവസ്ഥയിലേക്കുള്ള സൂചനയാണ് ഈ സംഭവത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കി തന്നത്. ഇത് നേടിയെടുക്കുക എന്നതായിരിക്കണം വിശുദ്ധ റമദാൻ മാസത്തിലൂടെ നമ്മുടെ ഉദ്ദേശം. വെറുതെ കുറച്ച് അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചു, പിന്നെ കിട്ടുന്ന സമയത്ത് കുറേ വാരി വലിച്ച് കഴിച്ചു, ഇതൊന്നുമല്ല. ഇതിലൂടെ ഉണ്ടാവേണ്ടുന്നൊരു ശുഊറുണ്ട്, നമ്മുടെ ഒരു മാനസികമായ ഒരു ചൈതന്യമുണ്ട്, നമ്മിലെപ്പോഴും ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഒരു ഓർമ്മയുണ്ട്. ആ ഓർമ്മയെ എപ്പോഴും നിലനിർത്തുന്ന അവസ്ഥയിലേക്ക് ഉയരുകയും അങ്ങനെ ആ നോമ്പ് കൊണ്ട് നേടേണ്ടുന്ന അതിൻ്റെ ഫായിദ അതാണല്ലോ. നോമ്പ് മറ്റ് അമലുകളെ പോലെയല്ല, അത് എനിക്കുള്ളതാണ്, എന്നിലേക്ക് ആ അബദിനെ കണ്ട് ചേർക്കുന്നതാണ് ആ സംഗതി. അതിനൊരു പ്രത്യേകമായ അർത്ഥമുണ്ട്. അത് ത്വാമഹു വശഹ്വതഹു മിൻ അജ്ലി, എനിക്ക് വേണ്ടി അതൊക്കെ ഉപേക്ഷിക്കുന്നു. അവിടെയാണ് പോയിൻ്റ്. ആ എനിക്ക് വേണ്ടി എന്നൊരവസ്ഥയിലേക്ക് ജീവിതം മുഴുവനും മാറ്റിയെടുക്കുക എന്നതാണ് പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ സന്ദേശമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.